ഒരുപാട് വർഷങ്ങൾ പിന്നിലേക്ക് കൊണ്ടുപോയി. ആ കൊണ്ടുപോയ കാര്യങ്ങളൊക്കെ ഒന്ന് പറയോ? ഗുണ്ടൽപേട്ടിലാണ് നമ്മൾ ആ പടം ഷൂട്ട് ചെയ്തത്. ഇതുപോലെ നിറയെ പൂക്കളുള്ള സ്ഥലം. ഒരുപാട് രസകരമായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിരുന്ന, അനുഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരു പടമാണ്. എല്ലാ പാട്ടുകളും നല്ല പാട്ടുകൾ, ഒരു ഡിഫറെന്റ് ലവ് സ്റ്റോറി. കാവ്യ അതിലല്ലേ ഒരു നായികയായിട്ട് വരുന്ന സിനിമ? ആ പടത്തിലാണ് വരുന്നത്. അവിടെ വെച്ചാണ് അവൾ അങ്കിളേ എന്ന് വിളിച്ചത്? അല്ലല്ല, മാനത്തെ കൊട്ടാര സമയത്താണ്. മാനത്തെ കൊട്ടാരത്തിന്റെ സമയത്ത് നമ്മളൊരു അവിടെ കാക്കനാട് ഒരു സ്ഥലത്ത് ഞാനും ആദർശ, അരിശേഷോകേട്ടൻ, ഇന്ദ്രേട്ടനൊക്കെ കൂടി ഇരുന്നിട്ട് നമ്മളൊരു സീൻ എടുക്കുന്ന സമയത്താണ്. ഒരു പ്രസിഡന്റ് എന്നൊട്ട് പറഞ്ഞ പടത്തിൻ്റെ സമയത്താണ്. അപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്തു. നാളെ നീയൊക്കെ എൻ്റെ ഹീറോയിനായിട്ട് വരും, ചെയ്യരുത്. അതല്ല സനൂഷ, ഞാൻ പറഞ്ഞില്ലേ മീശമാനിൽ ചെറുപ്പറായിട്ട് അഭിനയിക്കാൻ വന്നപ്പോൾ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ വയസ്സൊക്കെ എല്ലാവർക്കും മനസ്സിലാവും. വയസ്സ് ഇവിടുത്തെ ഒരു പിന്നെ കുഴപ്പമില്ല. മനുഷ്യൻ പ്രായമായിക്കൊണ്ടിരിക്കുന്നത് പ്രകൃതി നിയമമാണ്, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ ദിവസവും ദൈവത്തിനോട് നന്ദി പറയുന്നത് ഓരോ ദിവസം രാത്രി ഒരു ദിവസം കടന്നിട്ടി ഒരു ബർത്ത്ഡേ കഴിയുമ്പോൾ നമ്മൾ ഒരു കൊല്ലം കൂടി കഴിഞ്ഞു. ഓക്കെ, റൊമാൻറ്റിക് ഹീറോ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ദിലീപേട്ടനോട് പ്രേമം തോന്നിയിട്ടുണ്ടോ? വെറുതെ അവരൊക്കെ കുടുംബിനികളായിട്ട് ഇല്ല, കല്യാണം കഴിച്ച ആൾക്കാരൊക്കെ ഉണ്ടാവില്ല. കുറച്ച് പേരോ, എല്ലാവരും ഇല്ല, എല്ലാവരും അതെയാ. അപ്പൊ പിന്നെ പറയണ്ടാട്ടാ പ്രേമം വെറുതെ ഇവര് പ്രശ്നം ഉണ്ടാക്കാൻ നടക്കണാണ്. എന്നോട് പേഴ്സണലായിട്ട് പറഞ്ഞത്. ഞാൻ ദിലീപേട്ടനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇന്ന്. അതെ, സിനിമയിൽ കാണുമ്പോൾ ഒത്തിരി ഇഷ്ടമാണ് തമാശകള്. പക്ഷെ ഇന്ന് ശരിക്കും പറഞ്ഞ കാറിൽ നിന്ന് ഇറങ്ങി വന്നപ്പോ ശരിക്കും പ്രേമം തോന്നി. എന്താ ഇത്? വിശിഷ്ടാതിയായിട്ട് വരാൻ പറ്റില്ലെന്ന് പറഞ്ഞായിരുന്നു. അതെ, കുഴപ്പമില്ല. അപ്പോ ഭദ്രദീപം തെളിക്കാനായിട്ട് വരാൻ പാടില്ല. ഭദ്രദീപം തെളിക്കാനായിട്ട് ഒന്ന് വരണം. ഭയങ്കര നിങ്ങൾ നിർബന്ധിക്കുന്നു, അവര് പറയുന്ന പോണ്ടെന്നാണ് അവര്. അല്ലല്ല, വിളക്ക് കത്തിക്കണ വിളക്ക് നല്ലതാണ്. വിളക്ക് നമ്മൾ എവിടെ കത്തിക്കണതിന് ഒരു മടി വിചാരിക്കണ്ടായിരുന്നു. അതൊരു വെളിച്ചം പകരല്ല, വരുന്നതിന് പ്രശ്നമില്ല. ഹലോ, പക്ഷെ നിങ്ങളുടെ ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ കത്തിക്കുന്ന വിളക്ക് ഊതി കിടത്തുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് നമുക്കത് വരാൻ പറ്റും. നിങ്ങൾ മോനെ അതെല്ലാം നേരത്തെ പറഞ്ഞ വരാൻ പറ്റില്ല. വന്നിട്ട് വിളക്ക് തെളിച്ചവരാരും വെറുതെ ഇരുന്നിട്ടില്ല ഇതുവരെ. ചിത്ര ചേച്ചി വന്ന് വിളക്ക് കത്തിച്ച് നേരെ പോയി നാഷണൽ അവാർഡ്. സനികുമാരേട്ടൻ വന്ന് വിളക്ക് കത്തിച്ച് നേരെ പോയി ദേശീയ അവാർഡ്. അല്ല, ഞാൻ ചോദിച്ചത് അവരുടെ അവാർഡൊക്കെ പോയിന്നാണോ അതോ? അല്ല, അവാർഡ് കിട്ടി. അങ്ങനെ ദിലീപേട്ട ഒരു അവാർഡ് തരാൻ വേണ്ടിയാണ് ഞങ്ങള് വിളക്ക് കൊളുത്താനായിട്ട്. വിളക്ക് കത്തിച്ചിട്ട് കിട്ടേണ്ട അവാർഡല്ല, നമ്മൾ പണിയെടുത്ത് ഇവരൊക്കെ അംഗീകരിച്ച് തരുന്ന ഒരു അവാർഡ് മതി നമുക്ക്. അപ്പൊ ഇത് വേണ്ട, നമുക്ക് 28 നമ്മൾ ഒഴിവില്ല, നമുക്ക് പിന്നെ ആലോചിക്കാം. നമ്മൾ ഇവിടെ ചെറിയ ഇന്റർവ്യൂ. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു വേറൊരു കാര്യം പറഞ്ഞോട്ടെ, അത് നമുക്ക് പറഞ്ഞേക്കാം. 2 വീട് തന്ന് സഹായിക്കാൻ പാടില്ല. അതിന്റെ ഒരു പദ്ധതി എന്ന് പറഞ്ഞ ഒരു സുരക്ഷിത ഭവനം, ആൺതുണയില്ലാത്ത സ്ത്രീകള്, അത് പെൺകുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുള്ള അവർക്ക് ഒരു വരുമാനവും ഇല്ലാത്ത ഒരു കുടുംബം ഉണ്ടാവുമല്ലോ. ചില വീടുകൾ എന്ന് പറയുമ്പോൾ ഷീറ്റൊക്കെ വെച്ചിട്ട് ചെയ്യുന്ന അങ്ങനെയുള്ള ആൾക്കാർക്ക്. കാരണം ഞങ്ങള് വീട്ടിലുണ്ടെന്നല്ല, ആൺതുണയില്ല, ഞങ്ങളുള്ള വീട്ടിൽ അറിയ പോലും ഇല്ല, ഒരു പണിയില്ല, പണിക്കും പോലെ വെറുതെ ഒരു വരുമാനമില്ല. എന്നാ പിന്നെ നിങ്ങളുടെ ഭാര്യമാരോട് പറയൂ നിങ്ങളെ തല്ലിക്കൊല്ലാൻ, എന്നിട്ട് അതിന്റെ ഒരു സംഭവം ആയിട്ട് വരാൻ നല്ലത്. പണിയെടുക്കുക, എന്നിട്ട് അവര് നന്നായി നോക്കുക. അങ്ങനെ 2 പേർക്കും കൂടി ഒരു വീട് തരാൻ പാടില്ല, ഒറ്റ വീട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾ അഡ്ജസ്റ്റ് എനിക്ക് മനസ്സിലായില്ല. വാടക കൊടുത്തോളാം, 1 മാസത്തെ വാടക ഇയാൾക്കും. ഹലോ, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കർക്കശമായിട്ട് എല്ലാം നോക്കുന്നത്. പല ആൾക്കാര് വീടുള്ള ആൾക്കാർ ഇതുപോലെ പതുക്കെ നമ്മൾ അവസരാന്ന് പറഞ്ഞു വന്നിട്ട് വീട് വാടക അങ്ങനെയുള്ള ഐറ്റങ്ങൾ നമ്മൾ എടുക്കുന്നില്ല. പിന്നെ ഈ അടുത്ത കാലത്ത് ഞാൻ അറിഞ്ഞു, ഉള്ള സ്ഥലങ്ങളൊക്കെ നല്ല വിലക്ക് വിറ്റിട്ട് 3 സെന്റ് മാത്രം വെച്ചിട്ട് നമ്മുടെ അടുത്ത് അപേക്ഷ അയച്ച ആൾക്കാരുണ്ട്. നമ്മളതൊന്നും എടുക്കൂല, കാരണം നമ്മളെല്ലാം നമ്മുടെ ആൾക്കാർ പല സ്ഥലത്തുണ്ട്. അതുകൊണ്ടാണ് കൊട്ടാരക്കരയും പാലയിലൊക്കെ നമ്മൾ അപേക്ഷ ഇതാക്കി തരാമെന്ന് പറഞ്ഞ് 500 രൂപ വെച്ച് പിരിക്കണ പരിപാടി. നമ്മുടെ അപേക്ഷ വാങ്ങിക്കുന്ന ഒരു പൈസയുടെ പരിപാടി ഇല്ല, നമ്മൾ അങ്ങടെ കൊടുക്കുന്നുള്ളൂ, ഇങ്ങോട്ട് വാങ്ങിക്കുന്നില്ല. അതിനു വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ നല്ല പൈസ ഉള്ള ആൾക്കാർ, അതിന് മനസ്സുള്ള ആൾക്കാർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ പാവപ്പെട്ട ആൾക്കാരിലേക്ക് കൊടുക്കുന്നത്. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് 50 സെന്റ് സ്ഥലമുണ്ട്, അപ്പൊ 3 സെന്റ് എന്റെ പേരിൽ വെച്ചിട്ട് ബാക്കി ഭാര്യയുടെ പേരിൽ എഴുതി കഴിഞ്ഞാൽ ഒരു വീട് തരുമോ? നിങ്ങൾക്ക് ആ കിട്ടിയ കാശില്ലേ ഇപ്പൊ ബാക്കി പറഞ്ഞ എന്താ എഴുതി കൊടുക്കണോ? അതോ ഇഷ്ടതാണ് ഞാൻ കൊടുത്തിട്ട് 3 സെന്റ് എനിക്ക് മതി, അപ്പൊ അതിനൊരു വീട് അനുവദിച്ചു തരാൻ പാടില്ല? പറ്റൂലല്ലോ. വൈഫിന്റെ കയ്യിൽ അപ്പൊ ബാക്കി 47 സെന്റ് സ്ഥലം ഉണ്ടല്ലോ, ഉപേക്ഷിച്ചോളൂ നിങ്ങൾ. നല്ലതാണ്, കുഴപ്പമില്ല. വൈഫിന് അതിൽ നിന്ന് 3 സെന്റ് വെച്ചിട്ട് ബാക്കി 40 സെന്റ് സ്ഥലം പണിതിട്ട് ആ വീട് അവർക്ക് പണിയാലോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. എന്ത് പറഞ്ഞാലും ചേട്ടാ, എന്റെ വീട് ഇല്ലായിരുന്നു. അത് നല്ലതല്ലേ? നിങ്ങളെപ്പോലെ ആൾക്കാർക്ക് വീട് ഇല്ലാത്താണ് നല്ലത്. കാരണം ലോകമേ തറവാടാണ് നിങ്ങൾക്കൊക്കെ.
അപ്പൊ ഇത് വരില്ല, പത്രദീപം കളിക്കാനും വരില്ല, വീടും തരില്ല, ഒന്നുമില്ല. വെറുതെ അതിലെടുത്ത് ഓണം വരവ്. പോട്ടെ എന്നാ. ശരിയെന്നാ, പിന്നെ എവിടെയെങ്കിലും വെച്ച് കാണണ്ട. ഓക്കെ എന്നാ. അപ്പൊ ഞാൻ ചോദിച്ചു വന്നത് ഇവിടെ പ്രേമിക്കാൻ റെഡി ആയിട്ടുള്ള ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. നിനക്ക് ഇപ്പോഴും കേരളത്തിൽ ഇങ്ങനെ പെൺകുട്ടികൾ പ്രേമിക്കുന്നുണ്ടോ? പ്രേമ ലേഖനങ്ങളൊക്കെ പ്രേമം എന്ന് പറയുന്നത് കല്യാണം കഴിക്കുന്നതിന് മുമ്പ് പ്രേമം എന്നുള്ളത് പിന്നെ അതൊരു സ്നേഹമാവും, ഇഷ്ടമാവും, അത് വേറെ അങ്ങനെയാണ് അതിന്റെ അല്ല. ഞാനിപ്പോ കാരണം എന്താണെങ്കിലും അവരുടെ കുടുംബത്തിൽ ഒരാളെ പോലെ എന്നെ കാണുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. ഞാൻ വേണ്ട, നിരാകരിച്ചു ആ പ്രേമം അല്ലേ? ആ പ്രേമം ഞങ്ങള് അത്രയും ഇപ്പൊ ഇനി മുതൽ നമ്മളെല്ലാവരും ഇപ്പൊ തൊട്ട് നമ്മൾ കണ്ടറിഞ്ഞു. ഇത്ര നാള് സ്ക്രീനിലും നിങ്ങൾ തിയേറ്ററിൽ വന്നിരുന്നു, ഇപ്പൊ നമ്മൾ കണ്ടറിഞ്ഞു. ഇന്ന് മുതൽ ഇവരെല്ലാം എന്റെ സുഹൃത്തുക്കളാണ്. പ്രേമിക്കേണ്ട ആരും. അയ്യോ, ഈ സ്നേഹം മതി. കാരണം അവരുടെ കുടുംബത്തിൽ ഞാൻ പോയി കള്ളത്തരാണ് കേട്ടോ. എന്നിട്ട് അവസാനം പറഞ്ഞേട്ടോ പേഴ്സണൽ ആയിട്ട് നമ്പർ തന്നോളാം, ഞാൻ വിളിച്ചോളാം. അങ്ങനെയല്ല, വാട്സപ്പ് ഉണ്ടാ. മമ്മൂക്ക പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്, സൈന്യത്തിൽ അഭിനയിക്കാൻ വരുമ്പോൾ ദിലീപേട്ടൻ ഒരു 5-6 ഷർട്ടൊക്കെ ഇട്ടാണ് വന്നുകൊണ്ടിരുന്നത്, ഒരു മിലിറ്ററിക്കാരൻ്റെ ലുക്കപ്പിന് വേണ്ടിയിട്ട്. 5-6 ഷർട്ടല്ല, സ്വെറ്ററാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര മെലിഞ്ഞിരുന്നാണ്. കാരണം ആ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് എവർഷൻ മണിയണ്ണൻ വന്നു നിർബന്ധി. കാരണം അന്ന് കാഡറ്റ്സ് ഗ്രൂപ്പിൽ കുറേ പേര് അഭിനയിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ മിമിക്രി എന്നൊക്കെ ഒരുപാട് ആൾക്കാരെ സെലക്ട് ചെയ്തു. അബി ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അതിനകത്ത് ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആൾ ഞാനാണ്. അപ്പോൾ ശരിക്കും പലതവണ ഇങ്ങനെ വരണം, ഓഡീഷൻ നടക്കുന്നത് വരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പതുക്കെ ജയറാമേട്ടനെ വിളിച്ചു. കാരണം ജയറാമേട്ടനാണ് എന്നെ സിനിമയിൽ കൊണ്ടുവന്നത്. ജയറാമേട്ടനെ വിളിച്ചു, ജയറാമേട്ടാ ഞാൻ ഇങ്ങനെ എന്നെ സൈന്യം എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട്. ജയറാമേട്ടൻ ചോദിച്ചു, ജോഷി സാറിൻ്റെ സൈന്യം മമ്മൂക്ക അഭിനയിക്കണു, അതിൽ നീ വല്ല ലാത്തി തോക്കങ്ങനായിട്ട് അഭിനയിക്കാനാണ് പറഞ്ഞത്. അതോടെ എൻ്റെ ഫുൾ കോൺഫിഡൻസ് പോയി. പുള്ളി എല്ലാം തമാശയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു അടുപ്പമുള്ളതുകൊണ്ടാണ്. പക്ഷെ ഞാനും ചിന്തിച്ചു, ശരിയാണ്, അവിടെ എന്താണ് എൻ്റെ കാര്യം എന്നാലോചിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോൾ കമൽ സാർ പറഞ്ഞു, നമുക്ക് എന്തായാലും 1 വർഷം പടമില്ല, നീ പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പതുക്കെ മണിയണ്ണ നിർബന്ധമായിട്ട് വിളിച്ചുകൊണ്ട് ഈ ഭാഗ്യത്തിന് ജോഷി സാറിന് മുമ്പിൽ ചെല്ലുമ്പോൾ ഞാൻ ഒറ്റയ്ക്കുള്ളൂ. അപ്പം നാദൃശ അബിയും കൂടി ഒരുമിച്ച് പോയത്. അതിൽ നാദൃശ ഔട്ടായി. കാരണം അബിക്ക് ഹൈറ്റ് ഉണ്ട്, നാദൃശയ്ക്ക് ഹൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നാദൃശ ഔട്ടായി. ഞാൻ ഒറ്റയ്ക്ക് ചെന്നുകൊണ്ട് സാറിന് ഹൈറ്റ് വെച്ച് നോക്കാൻ ഒരാളുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ നീ വാ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ആൾ ഞാനാണ്. കാരണം അന്ന് വിക്രം എല്ലാവരും ഉണ്ട് സെറ്റിൽ. പക്ഷേ ഒരു 10-46 ദിവസം ഞാൻ അവിടെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു സാറിൻ്റെ കൂടെ. ഞാൻ ഇടയ്ക്ക് ഷിബുവേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇതിനകത്ത് ഉണ്ടോ? കാരണം ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോയതാണ്. അങ്ങനെ എനിക്ക് അവസരം കിട്ടി. അപ്പോൾ മമ്മൂക്കയൊക്കെ ആ സമയത്ത് നമ്മളെ കണ്ടപ്പോൾ തന്നെ എന്നെ കണ്ട ഉടനെ വിളിച്ചു. കാരണം അന്ന് മമ്മൂക്കയുടെ വീട്ടിൽ കോമിക്കോള് കിട്ടും, മദ്രാസിലൊക്കെ കിട്ടും, വേറെ ആരുടെ അടുത്തും കിട്ടില്ല. ഏഷ്യനെറ്റിൻ്റെ കോമിക്കോളെ ഉണ്ടായിരുന്നു. അപ്പോൾ നീക്ക് നമ്മുടെ വീട്ടിൽ ദിവസം വന്നാളല്ലേ, വാ എന്ന് പറഞ്ഞിട്ട് അന്ന് തുടങ്ങി. മുകേഷ് ചേട്ടനും മമ്മൂക്കയൊക്കെ ഭയങ്കര അടുപ്പം. നമ്മൾ ഈ മിമിക്രിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തമാശയും കാര്യങ്ങളൊക്കെ. അങ്ങനെ അഭിനയിക്കാനുള്ള ദിവസം തുടങ്ങിയപ്പോൾ ഞാനാണ് ഏറ്റവും മെലിഞ്ഞത്. ഞാൻ പതുക്കെ ഹൈദരാബാദ് അവിടെ പോയിട്ടൊരു കടയിൽ നിന്ന് സ്വെറ്ററൊക്കെ വാങ്ങിച്ച്. അതെ, അന്നെന്തോ 46 ഡിഗ്രി ചൂടൊക്കെ ഉണ്ട് അവിടെ. ആ സമയത്ത് ഞാൻ സ്വെറ്ററൊക്കെ ഇട്ടിട്ട് നിൽക്കുകയാണ്. അപ്പോൾ മുകേഷ് ചേട്ടൻ വന്ന് എന്തോ പിടിച്ചപ്പോൾ ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കുകയാണ്. കാരണം എനിക്കും ഇവർ പ്രതീക്ഷിച്ചതിനേക്കാൾ തടി ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് വന്നപ്പോൾ. അപ്പോൾ ഇങ്ങനെ തൊട്ട് ഭയങ്കര സ്പോഞ്ച്. അപ്പോൾ മുകേഷ് ചേട്ടൻ പതുക്കെ ഇതിൻ്റെ ഒരു നമ്മുടെ ഈ ഫ്രണ്ട് ഒരു സിബാണ്, പതുക്കെ ഇങ്ങനെ താഴ്ത്തി നോക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇത് എന്താണ് ഇത്? ഒന്നുമില്ല സത്യം പറ. ഞാൻ പറഞ്ഞു തടി തോന്നിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഈ മുകേഷ് ചേട്ടൻ പതുക്കെ പോയിട്ട് മമ്മൂക്ക അടുത്ത് പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ട്, ഇപ്പം ഇല്ല, ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അത് എന്തൊരു 3-4 നിലയുടെ മേളിലാണ് അപ്പം ഷൂട്ടിങ് നടക്കുന്നത്. പുള്ളി പതുക്കെ വന്നിട്ട് മമ്മൂക്ക പതുക്കെ വന്നിട്ട് എന്താടാ അത് താഴ്ത്താൻ തുടങ്ങി. പുള്ളിക്ക് അത് കാണണം. ഞാൻ പറഞ്ഞു ഞാനിത് തുറക്കൂല എന്ന്. കാരണം ഫുൾ പെൺകുട്ടികളാണ് നിൽക്കണേ അവിടെ. അപ്പം ഇത് നിങ്ങളെങ്ങനെ തുറന്നു, ഞാൻ ഇപ്പം ഇതിൻ്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യും. പക്ഷേ ഞാൻ എന്നിട്ട് അതിട്ട് അഭിനയിച്ചു. കാരണം ഈ ചൂടത്തും കാരണം അഭിനയിക്കാനുള്ള ആഗ്രഹം കൊണ്ടേ. അത് കഴിഞ്ഞ് ഞാൻ 3 Men Army എന്ന് പറഞ്ഞ പടത്തിൻ്റെ സമയത്ത് ഇതുപോലെ പാഡ് ചെയ്തിട്ടുണ്ടാകത്ത്. അപ്പോൾ വിജയരാഘവൻ കുട്ടേട്ടൻ എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. കുട്ടേട്ടൻ വന്നിട്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ മേത്തടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇവിടെ എന്തൊരു പാഡ് പോലെ ഇത്ര ഉണ്ട്. എന്തത് പാഡ്? അതൊന്നും വേണ്ട, നീ കഴിച്ചു മാറ്റി. അതൊന്നും അല്ല വിഷയം. നമ്മുടെ മുഖത്ത് നല്ല കാര്യങ്ങൾ വരുത്തുക. ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ ഉള്ള രീതികളുള്ള ആൾക്കാരല്ല. അവർ സിനിമ കാണാൻ ചെല്ലുമ്പോൾ അവർക്ക് ആ കഥാപാത്രത്തിൻ്റെ എക്സ്പ്രഷനും കാര്യങ്ങളാണ് ആവശ്യം. പക്ഷെ അന്ന് ഞാൻ ആ സാധനം ഉപേക്ഷിച്ചു. പിന്നെ ഞാൻ ഹൈറ്റിനെക്കുറിച്ചോ ശരീരത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കാതെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ള കാര്യത്തിലേക്കായി.
അപ്പോൾ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് അവരുടെയൊക്കെ പിന്തുണ ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പറഞ്ഞതെല്ലാം സത്യം തന്നെയാണ്. ഇപ്പം ഈ എവർഷൈൻ മണിച്ചേട്ടനെ കൊണ്ട് പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് കാര്യം ഒരു ഓർമ്മയിൽ വരുന്നത്. ജോസ് തോമസിന്റെ സിനിമ മായാമോഹിനി, ആ സെറ്റിൽ നടന്നൊരു സംഭവം ഓർമ്മയുണ്ടോ? എന്താണോ? മണിച്ചേട്ടൻ അവിടെ വന്നു ദിലീപ് എന്ന മഹാനടനെ കാണാൻ. 1 മണിക്കൂർ ദിലീപിന്റെ അടുത്തിരുന്നു. ആ സംഭവം ഓർമ്മയുണ്ടോ? എവർഷൈൻ മണിയണ്ണൻ വന്നു അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാസ് ചെയ്തുകൊണ്ട് മണിയണ്ണൻ ഇടയ്ക്ക് നോക്കുന്നൊക്കെ ഉണ്ട്. ഒരു സുന്ദരിയായ ഒരു പെണ്ണ് പോകുന്നു, ഞാനും പതുക്കെ വന്നിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഒക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നിട്ട് മറ്റേ നമ്മുടെ അടുത്ത് ആറാണത് പുതിയൊരു നായിക. അപ്പോൾ എനിക്ക് എന്നെ മനസ്സിലായിട്ടുള്ളത്. പിന്നെ ഞാൻ അവിടെ നിന്ന് പുള്ളീനെ മൂപ്പിക്കാനുള്ള ശ്രമങ്ങളായി. പിന്നെ അങ്ങനെ മണിയണ്ണനെ അവിടെ ഇട്ട് പിന്നെ പുറത്തിറങ്ങുള്ള പുള്ളി. ദിലീപേട്ട ഹാപ്പി ഓണം. സെയിം ടു യു. എൻ്റെ പേര് ശാലിനി പ്രസാദ്. ഞാൻ ആലുവയിൽ നിന്ന് വരുന്നു. ആലുവയിൽ എവിടെയാണ്? ആലുവയിൽ കിഴക്കേക്കടുങ്ങല്ലൂര്. ഞാനും അതിന്റെ അടുത്ത് കുറെ കാലം താമസിച്ചിരുന്നു, അമ്പലത്തിന് മുമ്പിലുള്ള ഒരു. എനിക്കറിയാം, നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ. അതെ അതെ അതെ. അറിയാം. അന്ന് മോള് കൊച്ചായിരുന്നോ ചെറുതായിരുന്നോ? ഒരാൾ ഒരു കാര്യത്തിലേക്ക് വരുമ്പോ അതിനെ ഇവിടെ എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒരു നെഗറ്റീവ് സാധനം ഇട്ടിരിക്കും. ഇന്നിപ്പോ കൊച്ചുണ്ടോന്ന് ചോദിക്കാനുള്ള ഒരു സ്ഥലത്തേക്കല്ലേ പോകുന്നത്. അല്ല അത് ഉണ്ടെങ്കിലും ആൾക്കാർ വളർന്നുകൊണ്ടിരിക്കും, പല കാര്യങ്ങളും കുഴപ്പമില്ലല്ലോ അല്ലേ? പ്രകൃതി നിലനിൽക്കുന്നത് അതാണ് പറഞ്ഞത്, പ്രകൃതി നിലനിൽക്കുന്നത് സ്ത്രീകളെ കൊണ്ടാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള ആൾക്കാരാണ് സ്ത്രീ സമൂഹം തന്നെ. എന്റെ ദൈവമേ, ഒരു കാര്യം ചോദിക്കാൻ പാടില്ല. ഇതൊന്നും ചോദ്യമല്ല. അതായത് ദിലീപേട്ടൻ ഇപ്പൊ മിസ്റ്റർ ബട്ട്ലറിലാണെങ്കിലും കല്യാണരാമനിലാണെങ്കിലും പാചകക്കാരനായിട്ടാണ് ചെയ്തത്. അപ്പോൾ റിയൽ ലൈഫ് സ്പാനിഷ് മസാല വിട്ടുപോയി. അപ്പോൾ റിയൽ ലൈഫിൽ നിന്ന് റിയൽ ലൈഫിലേക്ക് വരുമ്പോ ദിലീപേട്ടൻ എങ്ങനെയാ? ഈ വാചകോടി മാത്രമുള്ളോ അല്ലെങ്കിൽ പാചകം കൂടെ ഉണ്ടോ? പാചകം സത്യം പറഞ്ഞ വലിയൊരു കലയാണ്. ഈ പറയുന്ന സിനിമകളിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചത്. ദോശ ഉണ്ടാക്കാനും മറ്റുള്ള കാര്യങ്ങൾ, പുട്ടൊക്കെ പിന്നെ അത്യാവശ്യം കാര്യങ്ങൾ അതിന്റെ ആവി കൊണ്ട് ഉണ്ടാക്കിക്കോളും. നമ്മൾ പതുക്കെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. അല്ല അതുണ്ട്, അത് പുട്ട് നടത്തുന്നുണ്ട്. പൊടിയെടുത്ത് അത് മറ്റേ കുഴച്ച് അതിന്റെ സാധനങ്ങളൊക്കെ പുട്ടുപൊടി വേണ്ടത്. പുട്ടുപൊടി പലതരത്തിലുണ്ട്. വളരെ നൈസായിരിക്കണം. അതുപോലെ ഞങ്ങള് നൈസായ പൊടിയാണ്. പൊടി എന്ന് പറഞ്ഞ പൗഡർ ഇട്ടിട്ട് പുട്ടുപൊടി ഉണ്ടാക്കാൻ പറ്റൂല. അതിന്റെ തരി ഉണ്ടാവും, അതൊക്കെ. പക്ഷെ പുട്ട് നമ്മൾ ചെയ്യുന്ന പുട്ട് എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. നമ്മൾ ഇടിച്ചു കുത്തിയിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യില്ല. അങ്ങനെ ചെയ്യുമ്പോൾ അതിനൊരു കല്ലിന്റെ ഒരു ഇതായി പോകും. കുറച്ച് കഴിയുമ്പോൾ അതിന് ഹാർഡാവും. ശരി, അപ്പൊ പുട്ടുണ്ടാക്കാൻ എപ്പോ പഠിച്ചു? പുട്ടുണ്ടാക്കാൻ നമ്മൾ കൂടുതൽ പഠിച്ച് പുട്ട് കടയിലേക്ക് കയറിയപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതൽ ഇതായത്. അതിന് മുമ്പൊക്കെ നമ്മൾ വീട്ടിൽ അമ്മ ഉണ്ടാക്കി തരുമ്പോൾ കഴിക്കുന്നു. പുട്ട് കടയിലേക്ക് പോകാനുള്ള സംഭവം എന്ന് വെച്ചാൽ ഒരിക്കൽ ഞാൻ കമൽസാറിന്റെ വീട്ടിൽ പോയപ്പോൾ പുട്ടും മാമ്പഴവും എനിക്ക് കിട്ടി. അത് കഴിച്ചപ്പോഴാണ് ഈ പുട്ടിനെ ഭയങ്കരമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയത്. പുട്ടും പഴവും മാത്രമേ നമ്മൾ കഴിച്ചിരുന്നുള്ളൂ. പിന്നെ അതിനുശേഷം ശരിക്കും പുട്ട്, അതുപോലെ നല്ല എന്താ പറയാ, പാലും നെയ്യും പഞ്ചസാര കുട്ടിയുടെ ഒരു കോമ്പിനേഷൻ ഉണ്ട്. പുട്ട്, നെയ്യ്, പഞ്ചസാര, പഴം. പഴമൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഇതിൽ തന്നെ നമ്മൾ നല്ല കദളിപ്പഴം ചേർത്ത് കഴിച്ചു നോക്കൂ, നല്ല ടേസ്റ്റ്. അതെ, അപ്പൊ അത് നമ്മൾ അങ്ങനെ പരീക്ഷണം നടത്തിയതാണ്. അങ്ങനെ നടത്തി നമ്മളിപ്പോൾ ഒരു 124 വെറൈറ്റിയിലേക്ക് അങ്ങനെ പോയത്. പുട്ട് എന്ന് പറയുന്നത് ഏത് സമയത്തും കഴിക്കാവുന്ന ഒരു ആഹാരമാണ് എന്നുള്ളതാണ്. ചോറ് കഴിയുന്ന വയറ് കൂടാണ്ടിരിക്കാൻ വേണ്ടി നമുക്ക് കട്ട് ഓഫ് ചെയ്യാം എന്നൊക്കെ വെച്ചാൽ ഒരു നേരമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ മാറ്റാന്ന് പറയുമ്പോൾ നമ്മൾ പുട്ടാണെങ്കിൽ നമുക്ക് ഏത് കലർപ്പില്ലാത്ത ആഹാരമാണ്, നമ്മൾ അതിനകത്ത് വേറെ ഇതൊന്നുമില്ല. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പുട്ടിലേക്കൊരു ശ്രദ്ധ പോയത്. അപ്പൊ എന്തായാലും പാചകം ചെയ്യും. നീ വന്നല്ലോ. പിന്നെ കണ്ണാടി കിട്ടിയ സന്തോഷം. ഇനി മനസ്സിലാവും, ഇനി വരൊക്കെ ഞെട്ടും. പാട്ടൊന്നും ഇടുവോ? പാട്ട് CD ഒക്കെ നിർത്തിക്ക പിടികിട്ടി പറഞ്ഞോ. മോഹൻലാൽ. സന്തോഷ് പണ്ഡിറ്റാ? അയ്യോ, അവര് തിരിച്ചറിഞ്ഞു. സന്തോഷ് പണ്ഡിറ്റ്. അതൊന്നും അല്ല. ഇതാ ഒന്നുകൂടെ കാണിച്ചത്. ഞാൻ എനിക്കിട്ടിരിക്കണ പേര് വിമൽ കുമാർ എന്നാ. നിങ്ങൾ എന്നെയാണ് ഉദ്ദേശിച്ചത്? പിടികിട്ടി. കുഞ്ഞുക്കുൻ. ഇപ്പൊ മനസ്സിലായല്ലേ? ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. എന്റെ നാട്ടുകാരിട്ടിരിക്കണ പേര് അതാണ്, ജൂനിയർ ദിലീപ്. അതെയാ? അത് ശരി. ഏതാ നാടെന്ന് പറഞ്ഞേ? നാട് കൊല്ലം. കൊല്ലം എന്ന് പറഞ്ഞത് അവര് കൊല്ലും എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചോ? ഒന്നും അല്ലല്ലോ. ശരിയായില്ലല്ലേ ചെയ്തു? ഇല്ലില്ല, ഞാൻ തമാശ പറഞ്ഞ കേട്ടോ.
ചെയ്ത് കറക്റ്റ് തന്നെയാണ്. എന്നാലും നന്നായിട്ടുണ്ട്. വളരെ സന്തോഷം. ശരിക്കുള്ള പേര് പറഞ്ഞ എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തി. എൻ്റെ പേര് സുധി, കൊല്ലത്താണ് വീട്. അപ്പൊ തൽക്കാലം ഇനിയിപ്പോ ഇത് കണ്ടിന്യൂ ചെയ്യാല്ലേ? നിങ്ങൾ ധൈര്യമായിട്ട് കണ്ടിന്യൂ ചെയ്തു. ആണാ? നമ്മള് അറിയാത്ത ഭാവം നടിച്ചാണ്. നിങ്ങൾ ചെയ്തപ്പോ തന്നെ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ. ആണാ? അപ്പൊ എല്ലാം പറ്റിച്ചതാണ്. അപ്പൊ നല്ലൊരു കാര്യം അടിക്കാം. ഓണല്ലേ, ഒരു ഓണക്കളി ഇരിക്കട്ടെ. താങ്ക് യു. കൂടുതൽ നിന്ന് ഓണ തല്ലുണ്ടാവും. ഇപ്പം നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ സ്ഥിരമായിട്ട് നമ്മളോട് ചോദിക്കണം, അതിൻ്റെ HR റൗണ്ടിലൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഒരു 5 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ പൊസിഷൻ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയായിരിക്കും എന്ന്. അപ്പോൾ പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ദിലീപേട്ടൻ ക്രേസി ബോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദിലീപേട്ടൻ്റെ മനസ്സിലുണ്ടായിരുന്നോ ഇന്ന് മലയാളത്തിൻ്റെ ജനപ്രിയ നായകനിലേക്കുള്ള ഒരു യാത്രയാണ് ഇവിടെ തുടങ്ങാൻ പോകുന്നതെന്ന്? ഇല്ല, ഞാൻ ശരിക്കും ആദ്യമായിട്ട് അവിടെ ആക്കനത്ത് ഓഡിറ്റോറിയത്തിലാണ് ആദ്യമായിട്ട് ഒരു പ്രോഗ്രാം ചെയ്തത്, മിമിക്രി. അന്ന് എനിക്ക് 81 രൂപയാണ് കിട്ടിയത്. അത് കഴിഞ്ഞ് നമ്മൾ അവിടെ ഒരു ക്ലബ്ബ് എല്ലാവരും കൂടി, നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടിയാണ് അവിടെ നായരമ്പലത്ത് അന്ന് ഒരു പ്രോഗ്രാം ചെയ്തു. അന്ന് കറണ്ടൊക്കെ പോയി. പെട്രോമാക്സ് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ പ്രോഗ്രാം അവതരിപ്പിച്ചത്. അതിൽ നമുക്ക് ടെൻഷൻ കൂടിയിട്ട് ക്ലൈമാക്സ് സീനിലെ ആളൊക്കെ ആദ്യമേ കയറി വന്നു. അപ്പോൾ നമ്മൾ പറയണത് അത് നമുക്ക് പിന്നെ സംസാരിക്കാം, കാരണം ഇല്ല ഇപ്പം ഇവിടെ തീരും എന്ന് പറയുന്ന പോലുള്ള തമാശകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരിക്കൽ പോലും സിനിമയിൽ ഒരു നായകനാവാൻ സാധിക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ചെറുപ്പം മുതൽ ഒറ്റ ആംഗിളേ ഉള്ളൂ, സിനിമ ഇതിനകത്ത് എന്തെങ്കിലും ആവണം. പക്ഷെ അത് നമുക്ക് ഒരിക്കലും കയ്യെത്തിപ്പിടിക്കാൻ പറ്റാത്ത ദൂരത്തുള്ളതാണ്. ഞാൻ ആദ്യം കാണുന്നത് ദേശത്ത് എൻ്റെ വീടിൻ്റെ അടുത്ത് വന്ന് മമ്മൂക്കയും റീന ചേച്ചിയൊക്കെയാണ് അഭിനയിക്കുന്നത്. വെച്ചാൽ അന്നത്തെ ഒരു സ്റ്റാറിനെ നമ്മൾ അടുത്ത് കാണുന്നത്. അതിനുമ്പ് അതിൻ്റെ ചെറുപ്പത്തിൽ ശരിക്കും ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട്. സോമേട്ടനെ കണ്ടിട്ടുണ്ട്, അതുപോലെ ശങ്കരാടിച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. പക്ഷേ തൊട്ടടുത്ത് കാണുന്ന എൻ്റെ ആദ്യത്തെ ഹീറോ എന്ന് പറയുന്നത് ശരിക്കും മമ്മൂക്കയാണ്. അതിനുശേഷം ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ തന്നെ അത്രയും അടുത്ത ബന്ധവും ശരിക്കൊരു നമ്മുടെ വീട്ടിലെ വലിയേട്ടൻ എന്ന് പറയുന്ന ഒരാളുടെ സ്ഥാനത്ത് ഇന്നും നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കാ എന്ന് പറഞ്ഞ് വിളിക്കും. ഞാൻ അങ്ങനെ ചെയ്യണോ ഇങ്ങനെ ചെയ്യണോ എന്ന് ചോദിക്കുന്ന സ്ഥലത്തേക്കുള്ളൊരു ബന്ധം. പക്ഷെ അന്ന് ആ ക്രൗഡിൻ്റെ കൂടെ എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടില്ല എനിക്കങ്ങനെ എത്താൻ പറ്റുന്നത്. അതുകൊണ്ട് ഞാനൊരു അത്ഭുത ലോകത്താണ്. ദൈവത്തോട് കൂടുതൽ അടുക്കുന്നത് അതുകൊണ്ടാണ്. നമ്മൾ മനസ്സിൽ കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള കയറാൻ പറ്റുന്നൊരു സ്ഥലത്തേക്ക് കൊണ്ടെത്തിക്കുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ടല്ലോ. അപ്പം ആ സമയത്ത് ഞാൻ ചിന്തിച്ചിട്ടില്ല. ദിലീപ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ്, ഞാനിത് വളരെ സീരിയസ് ആയിട്ടാട്ടോ ചോദിക്കുന്നത്. ആർട്ടിസ്റ്റായ ദിലീപിനോടാണ് ചോദിക്കണേ, എൻ്റെ ഫ്രണ്ടിനോടല്ല. ചാന്തുപട്ട് എന്ന് പറയുന്ന സിനിമയിലുള്ളൊരു ക്യാരക്ടർ, മായാമോഹിനിയിൽ പെണ്ണായിട്ടുള്ളൊരു ക്യാരക്ടർ, പിന്നെ ബാക്കിയുള്ള സിനിമകളിലൊക്കെ നീ ചെയ്യുന്ന ക്യാരക്ടർ, ഈ 3 തലത്തിലും ഫീലിങ്സോട് കൂടി മാറാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലേ? ഇനിയിപ്പോൾ അടുത്തൊരു ജന്മം ഉണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടോ? നമ്മൾ ഇനിയൊരു ജന്മം ഉണ്ടാവണമെങ്കിലും ദിലീപ് ആവണം. ദിലീപ് എന്നല്ല, എൻ്റെ ലക്ഷ്യം രജനീകാന്തൊക്കെ. കാരണം അത്രയും ആളുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരും അല്ലേ, നമ്മൾ എല്ലാവരും ഞാൻ ഭയങ്കര രജനി ഫാനാണ്. കാരണം അതിൻ്റെ ഒരു നമ്മുടെയൊക്കെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതൽ ഭയങ്കര അത്ഭുതത്തോടെ. ഇപ്പോൾ തന്നെ കബാലി ഇറങ്ങിയ സമയത്ത് ഞാൻ തലേ ദിവസം നമ്മുടെ തിയേറ്ററിൽ പോയി കിടന്നിട്ട് രാവിലെ ആ 7 മണിക്കത്തെ ഷോ തന്നെ കാണാൻ പോയിരുന്നു. മീൻസ് അത്ര ഏത് സിനിമ വന്നാലും നമ്മൾ വിടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച് ഞാൻ ഒരിക്കലും അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ടുള്ളൂ. സിനിമയിൽ ഒരു ഷോട്ടാണെങ്കിലും കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള സംഭവമുള്ള ഒരാളാണ്. അപ്പോൾ ഈ വേഷങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ശരിയാണ് മാനസികമായിട്ട് നമ്മൾ അതിലേക്ക് പോവും. ഇപ്പോൾ മായാമോഹിനിയായിട്ട് അഭിനയിക്കുന്ന സമയത്ത് അതിലേക്ക് കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയത് ലേഡീസ് പെർഫ്യൂം. കാരണം മാനസികമായിട്ട് ഞാൻ പെണ്ണാണ് എന്ന് പറയുക, എൻ്റെ സ്കിൻ ടോൺ തന്നെ മാറാൻ തുടങ്ങി. കാരണം ഭയങ്കര സോഫ്റ്റ് ആവാൻ തുടങ്ങി. പിന്നെ ആ സമയത്ത് വാക്സ് ചെയ്ത് കുറേ രോമൊക്കെ പോയി, പിന്നെ വന്നിട്ടില്ല. പിന്നെ നിങ്ങൾ അനുഭവിക്കുന്ന പെയിൻ ഞാൻ പാർലറിൽ പോയി അനുഭവിച്ചാണ്. നിങ്ങൾ ത്രെഡ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും പാർലറിൽ പോകട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ പോകുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് പോയിരിക്കുക. പക്ഷേ ഇവിടെ ഞാൻ അയ്യോ ഇത് പറഞ്ഞിട്ട് ഞാൻ കുഞ്ചേട്ടൻ്റെ വൈഫ് ശോഭ ചേച്ചി അടുത്തുന്ന അവിടെയാണ് ഞാൻ പോയത്. ലിവൻ അവിടെ പോയിട്ടാണ് ഇത് ത്രെഡ്. എൻ്റെ അമ്മേ, ഞാൻ 2-3 പ്രാവശ്യം ചെയ്യേണ്ടി വന്നു. പിന്നെ അതുപോലെ നെയിൽസ് ഞാൻ ഫിക്സ് ചെയ്തു 10-45 ദിവസം. അപ്പം നിങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് നിങ്ങളുടെ വിരലുകളൊക്കെ കാണാൻ. പക്ഷേ പല സമയത്തും ഞാൻ അന്നൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടണൊക്കെ ഇടാൻ വിഷമം. ഞാൻ ദുബായിൽ വെച്ചിട്ട് ഇത് ഫിക്സ് ചെയ്തേ. തിരിച്ച് വരുമ്പോൾ ഞാനും മമ്മൂക്കയും കൂടി വരണേ. പക്ഷേ ഞാനത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ വൈകുന്നേരം തന്നെ എനിക്ക് ഫ്ലൈറ്റ്, ഞങ്ങൾ ഒരുമിച്ചുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ ടോയ്ലറ്റിൽ പോണ സമയത്ത് ഞാൻ മമ്മൂക്ക ഒന്നും കാരണം എനിക്കൊരു രക്ഷയില്ല, ഇത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല.
എനിക്ക് എന്നിട്ട് മമ്മൂക്ക എന്ത് പറഞ്ഞു? നമുക്ക് മനുഷ്യക്കൂട്ട് ആരും കാണണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം ഒരു മലയാളത്തിന്റെ ഭയങ്കര സ്റ്റാറോടെ കാരണം ആ ഒരു റിലേഷൻ ഉള്ളതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ചിരിയോട് ചിരിയാണ്. അപ്പൊ അതിന് മുമ്പേ മമ്മൂക്ക് ടെൻഷൻ ആയിട്ടുണ്ടാവും അല്ലേ? ഇല്ല, ടെൻഷൻ ഒന്നുമില്ല, നമ്മളൊക്കെ മനസ്സിലല്ലേ. അപ്പൊ അതിനു മുമ്പ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ള ഞങ്ങളുടെ വക അഭിനയങ്ങൾ പറ്റത് പറിച്ചത്. അപ്പോൾ നമ്മൾ മീൻസ് ഇതിനെക്കുറിച്ച് നീ എങ്ങനെയായിരിക്കും അങ്ങനെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട്. കുഞ്ഞിക്കൂനൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്ന സമയത്ത് പുള്ളി നമുക്ക് എൻ്റെ ഒരു ഇത് വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എടാ നിൻ്റെ വിഗ് ഒന്ന് കറക്റ്റ് ചെയ്യണോട്ടോ, ഇതൊരു ഫോട്ടോ കണ്ടപ്പോൾ വിളിച്ച് പറഞ്ഞതാണ്. അതുപോലെ നമുക്ക് ശരിക്കും മലയാളത്തിൽ ഏറ്റവും പ്രചോദനം തുടങ്ങിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങൾ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത് ബിഗിനിങ് മമ്മൂക്ക തന്നെയാണ്. പല വേഷങ്ങൾ, പല ഓരോ ക്യാരക്ടേഴ്സിനും വേറെ ശബ്ദം കൊടുക്കുന്നതും ശരിക്കും പറഞ്ഞാൽ എല്ലാത്തിലും അതിൻ്റെതായ വ്യത്യാസങ്ങൾ പുള്ളി ചെയ്യും ഭയങ്കരമായിട്ട്. ഇപ്പം നമുക്ക് മുമ്പിൽ നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ കുറേ ഇതുണ്ട്. അല്ല, അവർക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യമാണ് നിനക്ക് ലാലുവിൻ്റെ പടത്തിൽ ഈ പറഞ്ഞ പോലെ ചാന്തുപൊട്ടായിട്ട് അഭിനയിച്ച സമയത്ത് ഞാൻ പല ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ശരിക്കും എൻ്റെ ലൈഫ് തീർന്നു എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫ് അങ്ങനെ ആയിപ്പോയി എന്ന് വിചാരിച്ചു. കാരണം എന്നെ ഭയങ്കരമായിട്ട് അത് ആ ക്യാരക്ടർ വിടാതെ പിടിച്ചിരുന്നു. കാരണം പടം കഴിഞ്ഞ് 1.5 മാസമായിട്ട് ഞാൻ ലാലുവിൻ്റെയും ക്യാമറമാൻ സുഖുവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് കരഞ്ഞിട്ടുണ്ട്. കാരണം എൻ്റെ ലൈഫ് കുഴപ്പമാവാൻ പോവുകയാണോ എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ജിമ്മിലൊക്കെ പോയി. പിന്നെ അടുത്ത് ഞാൻ ചെയ്ത സ്പീഡ് എന്ന് പറഞ്ഞ പടമാണ്. പിന്നെ ഒപ്പം തന്നെ ലയൺ എന്ന് പറഞ്ഞ ഹോം മിനിസ്റ്റർ ആയിട്ടാണ്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് തന്നെ അങ്ങനെ മാറി. മറ്റേത് ഇരിപ്പും നോട്ടൊക്കെ എൻ്റെ അതായി തുടങ്ങി. അല്ലേ, കുറേ നേരമായല്ലോ മമ്മൂക്ക ഞങ്ങൾക്കൊക്കെ പ്രിയപ്പെട്ട മമ്മൂക്ക. ഞങ്ങൾക്ക് ലാലേട്ടൻ്റെയും ഫാൻസ് ഇവിടെ ഉണ്ട്. ഞാൻ ലാലേട്ടനെ മോശമായിട്ട് പറഞ്ഞില്ല. കാരണം ലാലേട്ടന്റെ സിനിമയിൽ ലാലേട്ടന്റെ മുമ്പിൽ ക്ലാപ്പ് അടിച്ച് തുടങ്ങിയ ഒരു ജീവിതമാണ് എൻ്റെ. അതെ, അതുകൊണ്ടാണ് ലാലേട്ടന്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ അനിയനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുള്ളത്. ഞാൻ ലാലേട്ടന്റെ കൂടെയാണ് ഞാൻ. കാരണം ഈ നമ്മൾ എല്ലാം വളർന്നത് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഇപ്പം ഒരു കാലം നമ്മൾ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ മുമ്പിലുള്ള സത്യമാഷും നസീർ സാർ എന്ന് പറഞ്ഞൊരു യുഗമായിരുന്നു. പിന്നെ ജയൻ സാർ വന്നു. ഇപ്പോൾ ജയൻ എന്ന് പറയുന്ന ഒരാൾ, അതിനുശേഷം പിന്നെ നമ്മൾ സുഖേട്ടൻ വന്നു, സോമേട്ടൻ വന്നു. കാരണം അവരൊക്കെ ചേട്ടാന്ന് വിളിക്കണം. അവരായിട്ട് ഞാൻ പിന്നെ വർക്ക് ചെയ്യാൻ സാധ്യത, ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സമയത്ത് ലാലേട്ടനോടോ മമ്മൂക്കയോടൊക്കെ എപ്പോഴെങ്കിലൊക്കെ ഒരിക്കലും അസൂയില്ല. ചില വേഷങ്ങൾ സത്യസന്ധമായി പറയാം, അവർ ചെയ്യുന്ന പല വേഷങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ വടക്കം വീരാതല നമുക്ക് ചെയ്യണ വേഷമൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. അസൂയ തോന്നിയിട്ടുണ്ടോ എന്നുള്ള സത്യസന്ധമായിട്ട് പറയണം. നമുക്ക് ഇല്ല, നമുക്ക് അസൂയല്ല, ആരാധനയാണ് തോന്നിയിട്ടുള്ളത്. മലയാള സിനിമയിൽ ഓരോ ആൾക്കാർക്കും ഓരോ കസേരകളുണ്ട്. ഇന്നിപ്പോൾ പഴയ പോലെയല്ല, ഒരുപാട് ആർട്ടിസ്റ്റുകൾ മലയാള സിനിമയിലേക്ക് വരുന്നുണ്ട്. സിനിമ നന്നായി കഴിഞ്ഞാൽ ആ സിനിമയെ ആൾക്കാരിവിടെ സ്വീകരിക്കുന്നുണ്ട്, സിനിമ കാണുന്നുണ്ട്. എനിക്ക് സിനിമയിൽ ഒരുപാട് സഹോദര ബന്ധങ്ങളുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. അതിലൊരിക്കലും മറക്കാൻ പറ്റാത്ത ഫ്രം ദ ബിഗിനിങ് എന്ന് പറഞ്ഞാൽ എത്ര വർഷമായെന്ന് പറയാം, ഏകദേശം ഒരു 22 വർഷത്തെ ബന്ധമുണ്ട് ഞാനും മുകേഷ് ഏട്ടനും തമ്മിൽ. അപ്പോൾ ഒരു സഹോദര ബന്ധമുള്ള കുറേ ആളുകളുണ്ട് എനിക്ക്. ആ സിനിമയെ പറ്റി പറയൂ. വിനോദയാത്ര, മുകേഷ് ഏട്ടൻ, നീയ്, സത്യേട്ടൻ, എന്തൊരു കോമ്പിനേഷൻ. നല്ല കോമ്പിനേഷൻ ഉള്ള സിനിമയാണ്. അതിൽ നിങ്ങൾ കണ്ടതാണ്, ഭയങ്കര ലൈവ്ലി ആയിട്ട്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഞാൻ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ പെട്ടെന്ന് മീര ജാസ്മിൻ ആണോ ഇരിക്കണേന്നായിട്ട് എനിക്ക് വയ്യ. അല്ല, പെട്ടെന്ന് മീരയുടെ സാമ്യമുള്ള വിനോദയാത്രയുടെ കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. ചിരിയും രൂപമൊക്കെ. കാരണം ഞാൻ ആദ്യം കാണുന്ന മീരയുടെ. പിന്നെ ഓരോരുത്തരും ഒന്ന് പറയും. പ്രിയനെ വിട്ടേക്കിട്ടാ അവിടെ മീര ജാസ്മിൻ, വേറെ ആരെങ്കിലും കാണുന്നുണ്ടോ? ആദ്യമായിട്ടല്ല എനിക്ക് പെട്ടെന്ന് കാണുന്നത്. ഞാൻ സൂത്രധാരന്റെ ലൊക്കേഷനിൽ മീര ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വെച്ച് ഇറങ്ങി വരുന്ന രൂപം പെട്ടെന്ന് ഇപ്പൊ കുറെ മാറ്റങ്ങൾ. രേഷ്മ എവിടെ സാധ്യതയുണ്ട്. വലിയ സ്റ്റാറിൽ നിന്ന് ഇത്രയും വലിയ കോംപ്ലിമെന്റ് ഇനി എന്ത് വേണം അല്ലേ? ഭയങ്കര ഹാപ്പി ആയി. അല്ല, ആ സിനിമയില് എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ ഒരു ഓഡിയൻസ് എന്നുള്ള രീതിയിൽ കണ്ടപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഓർക്കുമായിരുന്നു. പ്രത്യേകിച്ചൊന്നും ഇദ്ദേഹത്തിന് ഇതിൽ ചെയ്യാനില്ലല്ലോ എന്നൊരു തോന്നൽ. കാരണം നമ്മൾ അതിൽ ജീവിക്കുകയായിരുന്നു. അതിൽ ജീവിക്കുകയായിരുന്നു എന്നുള്ളൊരു തോന്നൽ അല്ലേ? ശരിയല്ലേ? കറക്റ്റ്. വിനോദയാത്ര ഓർമ്മയുണ്ടല്ലോ നിങ്ങൾക്ക്? അപ്പം ജീവിക്കുകയായിരുന്നു എന്നാ പറയുന്നത്. എനിക്ക് അതിനകത്തുള്ള പാട്ട് ഈ പറഞ്ഞതുപോലെ വലിയ ഇഷ്ടമാണ്. നല്ല പാട്ടാണ്. നല്ല പാട്ടുകൾ. അത് പ്രത്യേകിച്ച് കുമാർ സാറിന്റെ ക്യാമറ കൂടി ആയി കഴിഞ്ഞപ്പോൾ ആ വിഷ്വലി വളരെ റിച്ച് ആയിട്ടുള്ള ഫ്രെയിംസ്. അന്ന് ആ സത്യനന്ദഘാട്ട് സിനിമകളിൽ നിന്ന് മാറി നിന്ന ഒരു സിനിമയാണ്. അത്രയും വേറെ ആംബിയൻസിൽ വന്നിരുന്ന വേറൊരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു സിനിമ തന്നെയായിരുന്നു അത്. അപ്പോൾ ആ പാട്ട് ഇവിടെ പാടാൻ ആൾക്കാരുണ്ട് അല്ലേ?
വന്നല്ലോ സിന്ദൂരപ്പൂ പാടി കൂടെ നീ സ്വന്തമായല്ലോ ആരാരും കാണാതെ ആമ്പൽ കിനാവും ഒന്നൊന്നും മിണ്ടാതെ ഈറന്നിലാവും ഒന്നാവും കൂടെ സുതിയാലയമായി മന്ദാരപ്പൂ മൂളി കാതിൽ തൈമാസം വന്നല്ലോ. ദിലീപേട്ടൻ്റെ ബാല്യകാലത്തിലുള്ള ഓണവും ഇപ്പോഴത്തെ ഓണവും തമ്മിലുള്ള ഡിഫറൻസ്. ബാല്യകാലം എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവരും ഇതിൽ എത്ര പേരങ്ങനെ ശീലിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. കാരണം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഓണം എന്ന് പറയുമ്പോൾ നമ്മളൊരു നമ്മുടെ തറവാട്ടിലെല്ലാവരും കൂടി ഒത്തുചേരാനുള്ളൊരിത്, പിന്നെ നമ്മുടെ കസിൻസ് എല്ലാവരും പല സ്ഥലത്തുനിന്ന് വരും. പിന്നെ നമ്മുടെ ഒരു സ്വാതന്ത്ര്യമുള്ള രാവിലെ നമ്മൾ ഭക്ഷണം കഴിച്ച പിന്നെ അടുത്ത ദിവസത്തേക്കുള്ള പൂക്കൾ പറിക്കാൻ പോവുക, അങ്ങനെയുള്ള ഒരുപാട് മുഹൂർത്തങ്ങളും കാര്യങ്ങളാണ്. അത് ചില സമയത്ത് അച്ഛൻ്റെ വീട്ടിലായിരിക്കും, ചില സ്ഥലത്ത് അമ്മയുടെ വീട്ടിലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ എല്ലാ ഓരോ ഓണം അങ്ങനെ ഇങ്ങോട്ട് മാറി മാറി ഇപ്പോൾ അതിനുള്ളൊരവസരം കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ ഈ പറയുന്ന പോലെ പൂക്കളം കാണുന്നത് ഇങ്ങനെയാണ്, നമുക്ക് അത് ഇടാനുള്ളൊരു സമയവും സന്ദർഭമൊന്നും നമുക്ക് ഉണ്ടാവുന്നില്ല. പക്ഷെ നമ്മുടെ വീട്ടിലെ കുട്ടികളൊക്കെ അത് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ പറ്റാവുന്ന സമയത്ത് പൂക്കളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഗാർഡനിങ്, ലാൻഡ്സ്കേപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട്, സോറി കേട്ടോ ടങ് സ്ലിപ്പ്, അപ്പോൾ അങ്ങനെയുള്ളൊരു സംഭവത്തിൽ വരുമ്പോൾ ചെടി തുടരുത്, പൂ തുടരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഇതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പൂക്കളൊക്കെ വാങ്ങിച്ച് ആ ദിവസത്തേക്ക് ചിലപ്പോൾ വിളിച്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആയി. പിന്നെ ഇപ്പം ഗ്രാമങ്ങളിലാണ് ശരിക്കുള്ള ഓണക്കാലം നടക്കുന്നത്. നഗരങ്ങളിൽ ഈ പറയുന്ന തിരക്കേറിയ സമയത്ത് പറ്റാവുന്ന ആൾക്കാർ ആ പറയുന്ന വീടുകളിലേക്ക് പോകും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് സദ്യയൊക്കെ വാങ്ങിച്ച് എല്ലാവരും ഇല അടക്കപ്പോൾ വരുന്നുണ്ട് കിറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇപ്പോഴത്തെ ഓണം എല്ലാം ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കണം. ഞാനൊരു 11 വർഷം മുന്നേ ഉള്ള ഒരു സിനിമയെ പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ പോണത്. എനിക്ക് കുറച്ച് ആ സിനിമ ഞാൻ വെറുതെ പറയുന്നതല്ല, ഞാൻ എത്ര തവണ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയില്ല. ചാന്ത് പൊട്ട് ഏറ്റവും ഫേവറേറ്റ് 5 സിനിമ ഞാൻ എടുക്കുവാണെങ്കിൽ ഏറ്റവും ഫേവറേറ്റ് അതിൽ ചാന്ത് പൊട്ടുണ്ട്. അതിലെ എല്ലാ ഡയലോഗ്സും എനിക്ക് തോന്നുന്നു ദിലീപേട്ടനേക്കാളും കൂടുതൽ നന്നായിട്ട് എനിക്കറിയാം. അപ്പോൾ അതിലെനിക്ക് ചോദിക്കാനുള്ളത്, ദിലീപേട്ടൻ അത് ചെയ്യണ സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ആൾക്കാരെ ക്യാരക്ടേഴ്സിനെ കണ്ടിട്ടുണ്ടെങ്കിലും ദിലീപേട്ടനെ ഒത്തിരി സട്ടിലായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഒട്ടും ഓവറാക്കാണ്ട്, ഒട്ടും ബോറടിപ്പിക്കാണ്ട്. ഈവൻ ആ ലവ് സീൻസ് പോലും നമുക്കറിയില്ല അവരെങ്ങനെയാണ് പ്രേമിക്കാന്ന്. പക്ഷേ ദിലീപേട്ടൻ അത് കാണിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓക്കെ ഇത് ഇങ്ങനെ തന്നെയാണ് എന്ന് തോന്നിപ്പോകുന്നുണ്ട്. അതേപോലെ ഈക്വലി ഇമ്പോർട്ടൻറ്റ് തുടക്കം മുതൽ അവസാനം വരെ അതിൽ കോമഡി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും നോട്ടീസ് ചെയ്യാനുള്ള കാര്യങ്ങൾ ദിലീപേട്ടൻ നടക്കുമ്പോൾ കൂടി ചെറിയ ചെറിയ കോമഡികൾ പറഞ്ഞിട്ടാണ് നടക്കുക ആ സിനിമയിൽ കംപ്ലീറ്റ്. അതായത് ഇപ്പോൾ യമഹ കൊണ്ടുപോകുമ്പോൾ ആ യമഹയായിരുന്നോ, ഞാൻ വിചാരിച്ച സ്രാവിനെ തല്ലിക്കൊണ്ട് കൊണ്ടുപോകാം, അങ്ങനെയുള്ള കുറച്ച് കോമഡികൾ. പിന്നെ അതേപോലെ മറ്റേ ദീപം സന്ധ്യ, അയ്യോ സിനിമ പാട്ടായിപ്പോയല്ലോ എന്നൊക്കെയുള്ള. പിന്നെ അതുപോലെ ചെമ്മീൻ അതാണ് ഞാൻ ചോദിക്കാൻ വന്നത്, ദിലീപേട്ടൻ സ്വന്തമായിട്ട് ഇടുന്ന നമ്പറുകളാണോ അതോ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചില ക്യാരക്ടർ ആവുമ്പോൾ അത് പ്രത്യേകിച്ച് ചാന്തുപൊട്ടിലും കുഞ്ഞുക്കൂനിലൊക്കെ കുറേ കാര്യങ്ങൾ അറിയാണ്ട് നമ്മളിലേക്ക് വന്നിട്ടുണ്ട്. ആ ക്യാരക്ടർ ആയതിനു ശേഷം വന്നിട്ടുണ്ട്. പിന്നെ ബെന്നി ഭായ് ഫുൾ ടൈം നമ്മുടെ സെറ്റിലുള്ളതുകൊണ്ട് പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അപ്പോൾ തന്നെ ഒരു അപ്രൂവൽ നമുക്ക് കിട്ടും. കാരണം ഈ സാധനങ്ങളൊക്കെ അറിയാണ്ട് വന്നത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ തന്നെ ഒരുപാട് ചിരിച്ചു പോയിട്ടുള്ള സാധനങ്ങളുണ്ട്. കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അതൊരിക്കലും എഴുതി പഠിപ്പിക്കുന്ന കാര്യങ്ങളായിട്ട് തോന്നിയിട്ടില്ല. അല്ല, പിന്നെ ബെന്നി ഭായ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ തമ്മിലൊരു വേവ് ലെങ്ത് ഉണ്ടെന്ന് പറയില്ല. ഞാൻ എന്ത് ഉദ്ദേശിക്കുന്നു, എന്ത് പറയാൻ, അത് പെട്ടെന്ന് പുള്ളിക്ക് മനസ്സിലാവുകയും അത് കഥാപാത്രത്തിന് കുഴപ്പമൊന്നും വരുത്തുന്നില്ല എന്നുള്ള കാര്യം. അപ്പോൾ ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ഭയങ്കരമായിട്ട് ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അത് വന്നു കഴിഞ്ഞാൽ കാണും, ഞാനും കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പല സിനിമകൾ ചിലപ്പോൾ 150 സിനിമയായി. അപ്പോൾ നമ്മൾ പലപ്പോഴും ചില സിനിമകൾ ഇരുന്ന് കാണുമ്പോൾ അയ്യോ ഈ സിനിമയിൽ ഇത്രയും കോമഡി ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ അറിയാണ്ട് വരുന്നതാണോ പെട്ടെന്ന് ഈ പറഞ്ഞ കയ്യിൽ? ചില കഥാപാത്രങ്ങൾ ആകുമ്പോൾ നമ്മൾ അറിയാണ്ട് ചിലത് സംഭവിക്കുന്നതാണ്. ഇപ്പം ആ സിനിമയിൽ നമ്മൾ പ്രണയരംഗങ്ങൾ കാണുമ്പോൾ അത്രയും ഇൻറ്റൻസ് ആയിട്ടുള്ള പ്രണയരംഗങ്ങളാണ്.
അത് കാണുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട്, എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു പക്ഷേ തേർഡ് ജെൻഡർ എന്ന് പറഞ്ഞ് ഇപ്പോൾ എല്ലാവർക്കും എല്ലാ അവകാശങ്ങളും സ്നേഹവും ഒക്കെ സമൂഹം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരിങ്ങനെ ആയിരിക്കുമോ പ്രണയിക്കുക, അല്ലെങ്കിൽ അവരുടെ പ്രണയ നിമിഷങ്ങൾ ഇങ്ങനെ ആയിരിക്കുമോ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഈ വേഷം ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഡോക്ടർമാരായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളർത്തു ദൂഷ്യം. കാരണം നമ്മൾ ചെറുപ്പം മുതലേ ചില അമ്മൂമ്മമാർ പെൺകുട്ടിയായിട്ട് ആൺകുട്ടികളെ വരച്ച് ഇതൊക്കെ ആക്കി ഇതാക്കാം. അവർ പ്രത്യേകിച്ച് ഡാൻസൊക്കെ ഉള്ളൊരു സംഭവം കൂടിയാണെങ്കിൽ അവരറിയാതെ അതിലേക്ക് പോകുന്നുണ്ട്. അത് വേറെ കാര്യം. പിന്നെ ഹോർമോൺസിലുണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ട്, അത് സംഭവിക്കാം. അത് ചിലപ്പോൾ പെട്ടെന്ന് അങ്ങനെ അങ്ങോട്ട് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ കൂടുതൽ നമ്മളുടെ ഇടയിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, പലരും അങ്ങനെ ആവാൻ ആഗ്രഹിക്കുന്നു. ആൺകുട്ടികളായിട്ട് ജനിച്ചിട്ട് നമ്മുടെ കൂടെ തന്നെ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഹീറോയിൻസ് പോലും അവരിൽ കംഫർട്ടാണ്, അവർക്ക് വേറെ ചിന്തകളോ കാര്യങ്ങളൊന്നുമില്ല. അവർ ഒരു പെൺകുട്ടി കൂടെ നിന്ന് വർക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അവർ കംഫർട്ടാണ്. ഈ സിനിമ ഇറങ്ങിയതിന് ശേഷം ഞാനൊരിക്കൽ മഹാരാജാസ് കോളേജിൻ്റെ മുമ്പിൽ കൂടി പോവുകയാണ്, രാത്രിയാണ്. അപ്പം ഞാനും ഉണ്ട്, മധുവാര്യരുണ്ട് എൻ്റെ കൂടെ, പിന്നെ ഉദയനുണ്ട്. ഞങ്ങൾ 3 പേരോട് വണ്ടിയിൽ പോയപ്പോൾ അവർ പറഞ്ഞു, ദേ മറ്റേ ഇവരാണ് അവിടെ നിൽക്കുന്നത്, ചാന്തുപൊട്ടുകളാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അവരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ വണ്ടി മുമ്പിൽ പോയിട്ട് തിരിച്ചു വന്നു. അപ്പോൾ വേറൊരാൾ അവിടെ നിൽക്കുന്നുണ്ട്, ഇയാൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ രാത്രിയിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ ഹായ് എന്നൊന്ന് വിളിച്ചു. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ എടാ രഘു ഒന്ന് വാടാ എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ വേഗം മറ്റനോടി എന്താടാ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതേടാ ശരിക്കും ചാന്ത് പൊട്ടുന്നു എന്നെ നോക്കിയിട്ട്. ഞാൻ ഇവിടെ തിരിച്ചു പോയി. ദിലീപേട്ടൻ പല ഇന്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്, ഇത്രയും വരെ നല്ല ബുദ്ധിമുട്ടിയാണ് എത്തിയിരിക്കുന്നത്. ലൈഫിൽ ഒത്തിരി ഇഷ്യൂസ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രചോദനമാണോ ദിലീപേട്ടന് ഒരു 1000 വീട് ഇപ്പോൾ പാവങ്ങൾക്ക് നിർമ്മിച്ചു കൊടുക്കുന്നുണ്ടല്ലോ, ആ ലൈഫിൽ ആ ബുദ്ധിമുട്ടി എക്സ്പീരിയൻസ് ആണോ ദിലീപേട്ടന് ആ 1000 വീട് പണിതു കൊടുക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ആയത്? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ചാൽ എൻ്റെ ചെറുപ്പകാലത്ത് അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വലിയ തറവാട്ട് മഹിമയൊക്കെ ഉള്ള ആൾക്കാരാണ്. എൻ്റെ അച്ഛൻ്റെ ചെറിയ പിടിവാശി കൊണ്ട് അച്ഛനായിട്ട് ആ വീട് വിട്ട് ഇറങ്ങിപ്പോരുകയും അങ്ങനെ നമ്മൾ വന്നൊരു ഷെഡ് പോലെ ഉണ്ടാക്കുകയും ഷീറ്റൊക്കെ അടിച്ച് കിടക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അതിനുശേഷം പിന്നെ സല്ലാപം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ആ സീൻ എടുക്കുമ്പോൾ ശരിക്കും കരഞ്ഞു പോയിട്ടുണ്ട്. കാരണം ഒറ്റമുറിയുള്ളൊരു വീട്, ഒരു അടുക്കള, എല്ലാം ഒരു മുറിക്കകത്താണ്. ഞങ്ങൾ, എൻ്റെ അച്ഛൻ, അമ്മ, ഞങ്ങൾ 3 സഹോദരങ്ങൾ കഴിയുന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഞാൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത്, വിദ്യാലയയിൽ. പക്ഷേ അവിടുത്തെ കുട്ടികളെല്ലാം വലിയ വീട്ടിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. പക്ഷെ എൻ്റെ അച്ഛൻ വിദ്യാഭ്യാസത്തിലൊന്നും ഒരു കുറവും വരുത്തിയില്ല. പെട്ടെന്ന് ഇടിച്ചു പൊളിച്ച് ആ വലിയൊരു തറവാട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു പറ്റാവുന്ന രീതിയിൽ അച്ഛൻ അപ്പം ചെയ്യാൻ പറ്റിയ കാര്യങ്ങളില്ല. നമ്മൾ പിന്നെ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. മുമ്പിൽ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു, ആ ബിസിനസ് പച്ച പിടിച്ചതിന് ശേഷം നല്ലൊരു വീട് പണിയാന്ന് പറഞ്ഞ ചിന്തയായിരുന്നു. ഇൻവെസ്റ്റ്മെൻറ്റ് മുഴുവൻ അതിലേക്കായി കഴിഞ്ഞു. അതിനുശേഷം ഈ സ്കൂളിൽ പോണ സമയത്ത് എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി ബസ്സിൽ എൻ്റെ ഫ്രണ്ട്സ് പോവും. പക്ഷേ ആ സമയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല, നമ്മൾ വേലിയുടെ അവിടെയൊക്കെ നോക്കും. കാരണം ബസ് പോയിട്ടേ നമ്മൾ പുറത്തേക്ക്. അതിന് ഈ വീട്ടിൽ നിന്നാണ് ഞാൻ വരുന്നത്, അല്ല എൻ്റെ അനിയത്തി വരുന്നതെന്ന് അവരറിയാൻ പാടില്ല എന്നുള്ളൊരാഗ്രഹം മനസ്സിലുണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ ചാരിറ്റി കാര്യങ്ങൾ തുടങ്ങി 10-66 വീട് നമ്മൾ പണിത് കൊടുത്തു സിനിമയിൽ വന്നതിന് ശേഷം. അത് ഈ പറയുന്ന പോലെ ഭയങ്കര ഷീറ്റുകളും പനമ്പും ആസ്ബസ്റ്റോസ് അങ്ങനെയൊക്കെ ഉള്ള വീടുകൾക്കാണ് നമ്മൾ 2-3 സെൻറ്റ് സ്വന്തമായിട്ടുള്ളവർക്ക് നമ്മൾ സിനിമയിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചിട്ടാണ് നമ്മൾ ആ വീടുകൾ പണിത് കൊടുത്തിരുന്നത്. അവരൊക്കെ വലിയ സന്തോഷത്തിൽ അത് 2 ബെഡ്റൂം, ബാത്റൂം, അടുക്കള, ലിവിങ് റൂം അങ്ങനെയുള്ള ടെറസ് വീടാണ് നമ്മൾ പണിത് കൊടുത്തത്. കാരണം നമ്മൾ അതിന് ശേഷം നമുക്ക് ഒരുപാട് താമസിക്കാനുള്ള അവസ്ഥകളുണ്ടായി. ഇപ്പം നമ്മളെ കൊണ്ടാവുന്നത്. പിന്നെ ഈ ജിഷ വധക്കേസിൻ്റെ വിഷയം വന്നതിന് ശേഷമാണ് നമ്മളങ്ങനെ ഒരു ചിന്ത വരികയും നമ്മളെ ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മളതിന് മുൻകൈ എടുത്ത് അതൊരു 1000 വീട്. ഇപ്പോഴത്തെ വിഷയം എന്ന് വെച്ചാൽ നമ്മൾ ആപ്ലിക്കേഷൻ സ്റ്റോപ്പ് ചെയ്തു. കാരണം 20,000 ആപ്ലിക്കേഷൻ വന്നതിൽ ഏതാണ് നമ്മൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞൊരു ടെൻഷൻ ഭയങ്കര. അങ്ങനെ അത്രയും അവസ്ഥയുണ്ട് കേരളത്തിന്. അപ്പം അത് ശരിക്കും സർക്കാരെല്ലാം കണ്ണ് തുറന്ന് കാണേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. ഞങ്ങൾ ഈ 66 വീട് പണിത് കൊടുത്തതിൽ 23 വീടിന് പഞ്ചായത്തിൻ്റെ സപ്പോർട്ടുണ്ട്. പഞ്ചായത്ത് 2 ലക്ഷം രൂപ വെച്ച് തരും. ശരിക്കും നമ്മൾ ഈ പണിത് കൊടുക്കുന്ന വീടിന് ഏകദേശം ഒരു 5 ലക്ഷം രൂപ ചിലവ് വരുന്നുണ്ട്. അത് വളരെ ഭംഗിയുള്ള സുരക്ഷിതമായിട്ടുള്ള ഒരു ഭവനം തന്നെയാണ് നമ്മൾ പണിത് കൊടുക്കുന്നത്. അതിൻ്റെ പ്രചോദനം സത്യസന്ധമായി പറഞ്ഞാൽ
ആയിരിക്കാം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് ആരെങ്കിലും ഒരു നല്ല വീട്, മീൻസ് ഞാനൊരു നല്ല വീട്ടിൽ കിടക്കാൻ ആഗ്രഹിക്കും. കാരണം നമ്മളൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ പാത്രം വെക്കണം എന്ന് പറയുന്ന പോലത്തെ അവസ്ഥകൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്കിതൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ചെറിയ ശ്രമമാണ് ഇതെല്ലാം. ഞങ്ങളും ചെറിയ ശ്രമമായിട്ട് പോയില്ല. നിങ്ങളുടെ ശ്രമം വല്ലാത്ത അല്ല, ഇനാഗ്രേഷൻ വിളിച്ച് വന്നില്ല, ഭദ്രദീപം കൊടുക്കാൻ വിളിച്ച് വന്നില്ല, വീട് ചോദിച്ചു അതും തന്നില്ല. ഇപ്പൊ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലബ്ബ് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ്. അപ്പൊ ഒരു 5 ലക്ഷം രൂപ വീതം ഞങ്ങളുടെ പേരിൽ ചെക്ക് എന്തായാലും തന്നു കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ ഔട്ടാകല്ലെന്ന് പറഞ്ഞിട്ട്. അല്ല, അത് ക്ലബിന് വേണ്ടിട്ടാണ്, ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾക്ക് 5 ലക്ഷം രൂപ വരുന്നതിനോട് ഒരാൾക്ക് വീട് വെച്ച് കൊടുത്തൂടെ? അല്ല, നിങ്ങൾ പണിയെടുത്ത് ജീവിക്കണോ? നിങ്ങൾക്ക് ആരോഗ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്ക് ഇത്തിരി നടക്കാൻ വയ്യ, എല്ലാം ജലദോഷം, പനി അങ്ങനെയൊക്കെ ഇടക്ക് വന്ന ആളാ. അതുകൊണ്ട് ഇത് ദിവസം ഒരു മനുഷ്യന് ദിവസവും വരുന്ന കാര്യമാണ്. ഞാനൊക്കെ 365 ദിവസം ഫേസ് ചെയ്യുന്ന പ്രോബ്ലം ആണ്. അപ്പൊ ഡോക്ടർ മേലെടുക്കാൻ പറഞ്ഞു. അപ്പൊ ഒരു 15 വർഷമായിട്ട് ഇപ്പൊ റെസ്റ്റ് ആണ്. ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഭക്ഷണം കഴിക്കാൻ അതിനൊരു കുറവില്ല. ഒരു കുറവില്ല. നിങ്ങൾ അതൊന്നും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഭക്ഷണം എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടില്ല, അച്ഛൻ സെക്യൂരിറ്റി പണിക്ക് പോകണ്ട. അതുകൊണ്ട് അല്ല, അതാ പറഞ്ഞത്, അച്ഛൻ ഈ ഭക്ഷണം കൊണ്ടുവരാൻ നമ്മൾ അങ്ങനെ എടുക്കില്ല എന്നുള്ളത്. നമ്മൾ അങ്ങനെ എന്താ പറയുക, നമ്മൾ നമ്മളെ കൊണ്ട് പണി എടുപ്പിക്കണമെങ്കിൽ നമ്മൾ പട്ടിണി കിടക്കണം ആണല്ലേ. ഈ പട്ടിണിയുടെ നമ്മുടെ വിശപ്പിന്റെ വിളി അറിയുമ്പോഴാണ് നമ്മൾ പണിക്ക് ഇറങ്ങാൻ തുടങ്ങുന്നത്. വേറൊന്നുമില്ല, അമ്മക്ക് 80 വയസ്സുണ്ട്, അമ്മ ഇപ്പോഴും തൊഴിലുറപ്പിന് പോകുന്നുണ്ട്. തൊഴിലുറപ്പ് വന്നതോടുകൂടി പിന്നെ കുഴപ്പമില്ല, അമ്മ ഭയങ്കര ചങ്കൂറ്റുള്ള ആൾക്കാരാണ്. നീ വേറെ ഫോട്ടോ തരണം. അപ്പൊ ഈ പൈസയുടെ കാര്യം എങ്ങനെ? ഇപ്പൊ തന്നെ ഇല്ല, തരില്ല, ഇല്ല, ഉണ്ടാവില്ല. എന്താ പറയാ, ഞങ്ങൾ എല്ലാരും വിളിച്ചു പറഞ്ഞു, ഇങ്ങനെ ദിലീപേട്ടനെ കണ്ടു, ഞങ്ങൾ സംസാരിച്ച് ക്ലബ്ബിൽ കൊണ്ടുവരാൻ തീരുമാനമൊക്കെ ഞങ്ങൾ വരുള്ളൂ പറഞ്ഞു. അപ്പൊ ഇതൊന്നും തരാത്ത സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്തു തന്നെ. എന്താണ്? ഞങ്ങൾ ഒരുമിച്ച് ഒരു സെൽഫി എടുക്കാനായിട്ട്. സെൽഫി എടുത്തിട്ട് ഞാനിവിടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരോട് ഒന്ന് പറയൂ. അത് നല്ല കാര്യങ്ങൾ പറയും. അത് പറയാനാ? അത് അല്ല, പറയണം. അത് പറയാം. പണിയെടുത്ത് ജീവിക്കാൻ ഞാൻ പറഞ്ഞു എന്ന് പറയണം. ഇനി പണിക്ക് പോവാം, കുഴപ്പമില്ല. ഉറപ്പല്ലേ? അങ്ങനെയാണെങ്കിൽ സെൽഫി എടുക്കാം. 80 വയസ്സുള്ള അമ്മയെ നോക്കൂലേ? ഇനി വെറുതെ നോക്കിയിരിക്കാനല്ല, ചെലവിന് കൊടുക്കൂലേ? അങ്ങനെയാണെങ്കിൽ ഒരു സെൽഫി എടുക്കാം. ആയിക്കോട്ടെ, സന്തോഷം. ഈ ഓണം കൊണ്ട് ഒരു നന്മയുള്ള ഒരു കാര്യം ഉണ്ടാവട്ടെ. ഇല്ല, അങ്ങനെയൊന്നും പറയല. അപ്പൊ സന്തോഷം. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, എന്തായാലും നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അപ്പൊ ഹാപ്പി ഓണം. ഹാപ്പി ഓണം. എന്നിട്ട് നിങ്ങൾ അധ്വാനിച്ച കാശിൽ നിന്ന് നമുക്ക് ഈ സുരക്ഷിത ഭവന പരിപാടിയിലേക്ക് ഒരു 5 ലക്ഷം കൊണ്ടു തരാം. അതാണ് ഇനി ഞങ്ങളുടെ മെയിൻ പരിപാടി. ഇത് ശരിയല്ല കേട്ടോ, ഇത്തരത്തിലുള്ള ആളുകളൊക്കെ ഇവിടെ ഇങ്ങനെ എന്റർടൈൻ ചെയ്യുന്നത്. എന്താ വിചാരിച്ചിരിക്കണേ? എന്റെ സിനിമ കാണുന്ന ആൾക്കാരാണ്, ഞാൻ അവരോട് അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം. അല്ല, അത് കഴിഞ്ഞിട്ട് പിന്നെ 5 ലക്ഷം ചോദിച്ചത് എന്താണ്? അത് പിന്നെ വെറുതെ പറ്റുമോ? ഒരു സെൽഫിയുടെ വില എന്താ?